കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ വിദ്യാർത്ഥി സംഘർഷങ്ങൾ അത് ഞെട്ടലാണ് കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്. ഏറ്റവും ഒടുവിൽ അത് ഒരു 10ാം ക്ലാസ്സുകാരന്റെ ജീവൻ എടുക്കുന്നതിൽ വരെ എത്തി നിൽക്കുന്നു. ട്യൂഷൻ സെന്ററിൽ 10ാം ക്ലാസ്സിലെ യാത്രയപ്പിനിടെ ഉണ്ടായ നിസ്സാര തർക്കമാണ് താമരശ്ശേരി ചുങ്കം സ്വദേശി മുഹമ്മദ് ഷഹബാസിന്റെ ജീവനെടുത്തത്. ആ കുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുമ്പോഴും ആക്രമിച്ച വിദ്യാർത്ഥികളുടെ ലവലേശം കുറ്റബോധമില്ലാത്ത ചാറ്റുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഞായറാഴ്ച ഉണ്ടായ തർക്കത്തിന്റെ പേരിൽ 4ാം ദിവസമാണ് മുഹമ്മദ് ഷഹബാസിന്റെ മരണത്തിന് ഇടയാക്കിയ മർദ്ദനമുണ്ടായത്. താമരശ്ശേരിയിലെ ട്രിസ് എന്ന സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ ഞായറാഴ്ച വൈകിട്ട് നടന്ന ഫെയർവെൽ പാർട്ടിയുടെ ദൃശ്യങ്ങളാണിത്. വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ട്യൂഷൻ സെന്റർ. ഇവിടെ എളേറ്റിൽ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഡാൻസിനിടെ സാങ്കേതിക തകരാറുണ്ടായതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കൂകി വിളിച്ചു. വിദ്യാർത്ഥികൾ കലഹിച്ചു. അന്നത്തെ തർക്കം അധ്യാപകരിടപെട്ട് പരിഹരിച്ചു. എന്നാൽ പ്രശ്നങ്ങൾ അവസാനിച്ചില്ല. കൂകി വിളിച്ചതിനും തർക്കങ്ങൾക്കും പകരം വീട്ടാൻ MJ സ്കൂളിലെ വിദ്യാർത്ഥികൾ ചേർന്ന് വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് ട്യൂഷൻ സെന്ററിലെത്താനായിരുന്നു അതിലെ ആഹ്വാനം. ട്യൂഷൻ സെന്റർ വിദ്യാർത്ഥിയല്ലാത്ത മുഹമ്മദ് ഷഹബാസിനെയും സുഹൃത്തുക്കൾ ഇവിടേക്ക് എത്തിക്കുകയായിരുന്നു. 2 വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾ തമ്മിൽ ഞായറാഴ്ചത്തെ പ്രശ്നങ്ങളുടെ പേരിൽ വീണ്ടും ഏറ്റുമുട്ടി. മുഹമ്മദ് ഷഹബാസിന് ഗുരുതര പരിക്കേറ്റത് ഈ ആക്രമണത്തിലാണ്. ആശുപത്രിയിലെത്തിക്കാതെ സുഹൃത്ത് മുഹമ്മദ് ഷഹബാസിനെ സ്കൂട്ടറിൽ വീട്ടിലിറക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. വീട്ടിൽ തളർന്നു കിടന്ന ഷഹബാസിനെ രാത്രി 7 മണിയോടെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില ഗുരുതരമായതോടെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. അപ്പോഴും ആക്രമിച്ചവർക്ക് ചെയ്ത കൃത്യത്തിൽ ഖേദമില്ല. കൊടും ക്രൂരത വെളിപ്പെടുത്തുന്ന എല്ലാം ആസൂത്രിതമാണെന്ന ചാറ്റും പുറത്തുവന്നു. ഞാനൊരു കാര്യം പറഞ്ഞു, ഷഹബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവന്റെ കണ്ണൊന്ന് പോയോ കിട്ടോ, ഈ കണ്ണൊന്നും ഇല്ലോ. കൂട്ടത്തല് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. ഇന്ന് പുലർച്ചെയാണ് മുഹമ്മദ് ഷഹബാസ് മരണത്തിന് കീഴടങ്ങിയത്. നഞ്ചക്ക് കൊണ്ടുള്ള ആക്രമണത്തിലാണ് ഷഹബാസിന് പരിക്കേറ്റതെന്നാണ് പോലീസ് പറയുന്നത്. ആരോപണ വിധേയരായ വിദ്യാർത്ഥികളുടെ വീട്ടിൽ പരിശോധന നടത്തി. പോലീസ് നമ്മൾ എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തു. അവരെ പറഞ്ഞ ഈ പ്രതികളായിട്ട് നിൽക്കുന്ന ആളുകളെ 5 കുട്ടികളെ നമ്മൾ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തു. അവരുടെ വീടുകളിലൊക്കെ പോയി പേരൻസിനെ കൊണ്ടുവന്നു. അവസാനം അവരെ നമ്മള് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പ് ഹാജരാക്കി. ആ ഗ്രൂപ്പില് മുതിർന്ന ആളുകളുണ്ടോ, ആരെങ്കിലും അതിനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പരിശോധിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കറിയാൻ നടപടിയെടുക്കാൻ നോക്കും. ചെവിയുടെയും കണ്ണിന്റെയും ഭാഗത്ത് പരുക്കുകളുണ്ട്. തലയോട്ടിക്കും പൊട്ടലുണ്ട്. വലത് ചെവിയുടെ മുകളിലായി തലയോട്ടി തകർന്നു. പോസ്റ്റ്മോർട്ടത്തിലാണ് കണ്ടെത്തൽ. വിദ്യാർത്ഥികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കിയ വിദ്യാർത്ഥികളെ വെള്ളിമാട് കുന്നിലെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റി. എങ്കിലും ഇവർക്ക് ഈ വർഷത്തെ SSLC പരീക്ഷ എഴുതാനാകും. സംഘർഷത്തിൽ മുതിർന്നവർക്കും പങ്കുണ്ടെന്നാണ് മുഹമ്മദ് ഷഹബാസിന്റെ കുടുംബത്തിന്റെ ആരോപണം. അത് ഒരു ഗൂഢാലോചനപരമായിട്ടാണ് ഇത് ചെയ്തതെന്നുള്ള കണ്ടെടുത്ത കടകൾ അവിടുന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അവർ മർദ്ദിച്ചില്ലാതാക്കുക, ആ ഒരു സിറ്റുവേഷനിലാണ് ചെയ്തത്. ഡോക്ടർമാർ പറഞ്ഞത് അവർ മനസാക്ഷിയുള്ള ഒരു ആളുകൾ ഇങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അത്രയും പ്രായം 16 വയസ്സായിട്ടുള്ളൂ. ഷഹബാസിന്റെ വിയോഗം പ്രിയപ്പെട്ടവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. വൈകുന്നേരം ചായക്കുള്ള കടി വാങ്ങാൻ വേണ്ടി കോരങ്ങാട് പോയപ്പോൾ അവിടുന്നാണ് അവനെ കൂട്ടിക്കൊണ്ടുവന്നു. ഇവർ കാത്തിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ പലഹാരങ്ങൾ ഇപ്പം കൊണ്ടുവരും, ചായ കാച്ചി ഇരിക്കുകയാണ് ഇവർ. MD ഉണ്ടോന്നോ അല്ല ലഹരി ഉണ്ടോന്നോ വേറെ എന്താണ്ടോന്നോ ഒന്നും അറിയില്ല. ഇവർ നല്ലോണം കൂട്ടിക്കൊണ്ടുപോയി നല്ലവണ്ണം അടിച്ചായിട്ട് കൊന്നതെന്ന് പറയാനുള്ളത്. സംഘർഷമുണ്ടായത് അവനൊന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ പ്രശ്നം പരിഹരിക്കാനെത്തുമായിരുന്നെന്ന് ഷഹബാസിന്റെ സുഹൃത്തുക്കൾ പറയുന്നു. ഓന് പോകുമ്പോൾ വിളിക്കാനങ്ങാൻ പറഞ്ഞു കമ്പനിക്കാരനോട്. വിളിച്ച് ഞങ്ങളവിടെ എത്താനും പക്ഷെ ഒത്തുതീർപ്പാക്കാനെങ്കിലും പക്ഷെ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഈ പ്രശ്നത്തിന് വേണ്ടി ഓനെന്നെ അന്നാ അറിയുന്നത് തോന്നുന്നു. ഓനതിലൊന്നിനും ഇല്ലാത്തവനാ, അങ്ങനത്തെ ഒരു ചെങ്ങായോ അല്ല. അങ്ങനെ തല്ലിനും അതിനും പോകുന്നു. ഇതുവരെ അങ്ങനെ ഒരു കേസിനെ കിട്ടിയില്ല. കുട്ടികൾ തമ്മിലുണ്ടായ സംഘർഷം പരസ്യ പോർവിളിയിലേക്കും ആയുധമുപയോഗിച്ചുള്ള സംഘർഷത്തിലേക്കും തിരിഞ്ഞത് ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത്. സംഭവത്തിൽ കോഴിക്കോട് ഉപവിദ്യാഭ്യാസ ഡയറക്ടർ മുൻപ് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. വിശദമായ അന്വേഷണത്തിന് വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
സിനിമകളും റീലുകളും കുട്ടികളെ സ്വാധീനിക്കുമെന്നും ഇതിൽ നിയന്ത്രണം അനിവാര്യമെന്നും ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ എസ് ഷാനവാസ് 24-നോട് പറഞ്ഞു. കുട്ടികളെ വല്ലാതെ സ്വാധീനിക്കുന്ന പല കാര്യങ്ങളും പരിധിയില്ലാതെ കടന്നു പോകുന്നു എന്നൊരു അഭിപ്രായം വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. അപ്പോൾ വകുപ്പ് ഇത് സംബന്ധിച്ചുള്ള ശുപാർശ അടിയന്തരമായിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഏതെങ്കിലും ഒരു വ്യക്തിയെ നിയന്ത്രിച്ചുകൊണ്ടോ ഏതെങ്കിലും കുട്ടികളെ നിയന്ത്രിച്ചുകൊണ്ടോ മാത്രം ഇത് അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് നമ്മൾ കരുതുന്നില്ല. വിദ്യാർത്ഥിയുടെ മരണം ഗൗരവമായി കാണണമെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷനും പ്രതികരിച്ചു. അത്യന്തം നീചമായ ഒരു പ്രവൃത്തി തന്നെയാണ്. ഇത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിച്ചു പോകാൻ കഴിയാത്ത ഒരു കാര്യം കൂടിയാണ്. കുട്ടികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ, അതോടൊപ്പം അതിൽ മുതിർന്നവർ ഇടപെടുകയും ചെയ്യുന്ന രീതികളൊക്കെ ഒരു തരത്തിലും സ്കൂൾ അന്തരീക്ഷത്തിന് സുഗമമായ ഒരു കാര്യമല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതേസമയം അക്രമ സംഭവങ്ങളിൽ നിന്നും കുട്ടികളെ നിയന്ത്രിക്കാൻ സ്കൂളുകളിൽ പ്രത്യേക ക്യാമ്പയിൻ ഉൾപ്പെടെ വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് 24.